സമ്പത്തിൻ്റെ സുവിശേഷം എന്ന നമ്മുടെ സാമ്പത്തിക പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഫലപ്രദമായി തന്നെ ഓരോ എപ്പിസോഡുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് കിട്ടുന്ന ചില ചോദ്യങ്ങളിൽ പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ടീച്ചറെ, പഴയ തലമുറയ്ക്ക് കുറച്ചുകൂടി സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി അടുക്കും ചിട്ടയും കാര്യക്ഷമതയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ന്യൂജൻ ഒരു രക്ഷയുമില്ല ടീച്ചറെ, ഒരു രക്ഷയുമില്ല. പിള്ളേർ കാശ് ചിലവാക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ IT പിള്ളേർ ചിലവഴിക്കുന്ന കാണുമ്പോൾ വളരെയധികം പിശുക്കി ജീവിച്ച മാതാപിതാക്കൾക്ക് ഒരു ഹോട്ടലിൽ കയറിയാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബില്ലൊക്കെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. പലപ്പോഴും പിള്ളേർക്ക് എപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ എപ്രകാരം ഫലപ്രദമായ രീതിയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ ടീച്ചർ ഒരു എപ്പിസോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സാമ്പത്തിക മേഖലകളിലെ ഈ ഒരു അന്തരം കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ടും കൂടി നമ്മൾ കാണണം. കാരണം ഒരു കാർഷിക സംസ്കാരത്തിലെ ജീവിത രീതി അല്ല പിന്നീട് ഒരു വ്യാവസായിക യുഗത്തിലേക്കും ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലഘട്ടത്തിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ എപ്പിസോഡ് നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, കുഞ്ഞു കുട്ടികളിൽ എപ്രകാരം സാമ്പത്തിക സാക്ഷരതയെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്നത് വളർന്നു വരുന്ന ഒരു ശാസ്ത്രശാഖയാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സ്കൂൾ സിലബസിൽ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടില്ല. കുട്ടിക്കാലത്ത് കൊടുക്കുന്ന ചില ശീലങ്ങൾ പലപ്പോഴും വ്യക്തിത്വ വികാസത്തിനും സ്വഭാവ രൂപവൽക്കരണത്തിനുമൊക്കെ പലരെയും സഹായിക്കാറുണ്ട്. മാതാപിതാക്കൾ അമിതമായി പിശുക്ക് കാണിക്കുന്നതും അമിതമായി തന്നെ ധാരാളിത്തം കാണിക്കുന്നതും കുട്ടികളിൽ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ, പ്രതിച്ഛായകൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കുന്നതാണ്, നമ്മൾ എപ്പോഴാണ് ഈ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്ന അത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, ഏത് പ്രായത്തിലാണ് എന്നൊക്കെ പല ചോദ്യങ്ങളാണ് എന്നോട് വരുന്ന ചോദ്യങ്ങൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തണമെന്ന് നമുക്കറിയാം. ശിക്ഷയും ശിക്ഷണവും രണ്ടും രണ്ടാണ്. ശിക്ഷ പനിഷ്മെൻ്റാണ്, ശിക്ഷണം ഡിസിപ്ലിനിങ് ആണ്. ഡിസിപ്ലിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കത്തിൽ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കത്തിൽ വളർത്തണമെങ്കിൽ സാമ്പത്തിക സാക്ഷരത അത്യാവശ്യമാണ്. സാമ്പത്തിക സാക്ഷരതയും സാമ്പത്തിക അച്ചടക്കവും ഒന്നിച്ച് നീങ്ങേണ്ട തലങ്ങളാണ്. പലപ്പോഴും സാമ്പത്തിക അച്ചടക്കം ലഭിക്കണമെങ്കിൽ സാമ്പത്തിക സാക്ഷരത വേണം. അതേത് പ്രായത്തിലാണ് കൊടുക്കേണ്ടത്? പലരെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടികൾ പലപ്പോഴും അസ്വസ്ഥരാകുന്നത് അവർക്ക് എന്തെങ്കിലും നമ്മൾ ഡിനൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിരസിക്കുമ്പോഴും. പലപ്പോഴും ഞാൻ കൊച്ചു കുട്ടികളോട് ചോദിക്കാറുണ്ട്, മാതാപിതാക്കൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിരസിക്കുമ്പോൾ, തരാതെ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? സമ്മിശ്ര വികാരങ്ങളാണ് അവർ പ്രകടിപ്പിക്കാറ്. ഉണ്ടായിട്ടും തന്നുകൂടെ, ഇവരൊക്കെ വേറെ കാര്യത്തിലൊക്കെ എന്തോരം പൈസ ചിലവാക്കണത്, ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ മാത്രമുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നവരുണ്ട്. പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. അതെന്തുകൊണ്ടാണ് നോ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല. നോ പറഞ്ഞ് സ്വീകരിച്ച് വളരാൻ കുട്ടികൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മയോട് പറയായിരുന്നു, അമ്മയുടെ കൊച്ച് സ്കൂളിൽ എല്ലാത്തിനും മിടുക്കിയാണ്, എപ്പോഴും സർട്ടിഫിക്കറ്റ്, എപ്പോഴും ക്യാഷ് അവാർഡ്, എപ്പോഴും ട്രോഫി ആയിട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സമ്മാനം കിട്ടാതെ വളരേണ്ടതും ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലുമൊക്കെ മത്സരത്തിൽ 1-2 സമ്മാനം കിട്ടാതെ ജീവിക്കാനും കൂടി ആ കൊച്ചു വളരണം. ഇല്ലെങ്കിൽ എല്ലാം കിട്ടി വളർന്നു കഴിഞ്ഞെന്നാൽ എവിടെയെങ്കിലും ഒരു നോ പറയുന്നിടത്ത് അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അഡോളസൻസ് പ്രായം വരുമ്പോൾ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ ബുദ്ധിമുട്ടായി. പണത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ചില നോകളും ചില യെസ്സുകളും. ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കണം, ചില ആവശ്യങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യണം. പലപ്പോഴും കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ കുട്ടികളുടെ പേരൻസ് അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന ചില ചോദ്യമാണ്, എന്തുകൊണ്ട് ഡ്യൂക്ക് ബൈക്ക് മേടിച്ച് തന്നുകൂടാ എന്നുള്ള ചോദ്യങ്ങളാണ്. മാതാപിതാക്കൾ ആ ബൈക്ക് കൊടുക്കാത്തതിന് പല റീസണുണ്ട്. പൈസ ഇല്ലാഞ്ഞത് കൊണ്ട് മാത്രമല്ല, അത് ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ പക്വത ഇല്ലാത്തത് കൊണ്ടും അവർ ഡിനേ ചെയ്യാറുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാകണമെന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ കുഞ്ഞുനാൾ മുതൽ തന്നെ കുറച്ച് നോകളിലൂടെ, കുറച്ച് അരുത്, വേണ്ട മോനെ, നമുക്കെൻ്റെ ആവശ്യമില്ല
എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു സ്ഥലം. ഇവിടെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ബാല്യത്തിൽ തന്നെ തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ ആശയം. ആ ആശയത്തിലേക്ക് നമ്മൾ വരുന്നത് ഇവിടെയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി ബാല്യത്തിൽ തന്നെ തുടരുക എന്നുള്ളത്. എങ്ങനെയാണ് അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒന്ന്, മാതാപിതാക്കൾ എങ്ങനെയാണ് കാശ് ഉണ്ടാക്കണതെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഹൗ ദേ റേസ് മണി. ചുമ്മാ കിട്ടുന്നതല്ല പണം, അവർ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കണം. കാരണം അവർക്കതിൻ്റെ അധ്വാനത്തിൻ്റെ വില അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വീട്ടുജോലി ചെയ്ത്, പല കുടുംബങ്ങൾ വീട്ടുജോലി ചെയ്ത് കോളേജിൽ പഠിപ്പിക്കുന്ന മകൻ അമ്മ 3, 4, 5 വീടുകളിൽ പണിയെടുക്കുന്നു. ഒരു പ്രാവശ്യം അമ്മ പറയാണ്, അവന് സ്വർണ്ണമോതിരം വേണമെന്ന് പറഞ്ഞു. ക്ലാസ്സിലെ എല്ലാവർക്കും സ്വർണ്ണമോതിരമുണ്ട്, കോളേജിൽ എൻ്റെ ക്ലാസ്സിലെ സംഭവമാണ്. അതുകൊണ്ട് ഞാൻ 3 വീടെന്നുള്ള ഇപ്പോൾ 5 വീടാക്കി. 5 വീടാക്കിയിട്ടാണ് ഞാൻ 5 വീട്ടിലെ പൈസയിൽ നിന്ന് ഞാൻ പൈസ സ്വരൂപിച്ച് വെച്ചിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചിന് മോതിരം മേടിച്ചു കൊടുക്കാനുള്ള അമ്മയുടെ തത്രപ്പാട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്തിനാ മോതിരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അവൻ പറഞ്ഞു എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവൻ അറിയുന്നില്ല, തൻ്റെ അമ്മ 5 വീട്ടിൽ പണിയെടുക്കുകയും പ്ലസ് സ്വന്തം വീട്ടിൽ പണിയെടുക്കുകയും ചെയ്യുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഈ 20 വയസ്സായ മകൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് മക്കൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഇടങ്ങളായിട്ട് മാറണം. അവിടെ മൊബൈലും TV-യും എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് അച്ഛൻ എങ്ങനെയാണ് കാശ് കിട്ടുന്നത്, അമ്മയ്ക്ക് എങ്ങനെയാണ് കാശ് കിട്ടുന്നത്, അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങളെങ്കിൽ അവർക്ക് എങ്ങനെയാണ്, എവിടെ നിന്നാണ് കാശ്. അപ്പോൾ ആ പണത്തിൻ്റെ കഷ്ടപ്പാട്, ഹൗ ദേ വർക്ക് ആൻഡ് ഏൺ മണി. രണ്ടാമതൊരു പക്ഷേ കൊച്ചുങ്ങളോട് പറയേണ്ടത് അവരുടെ ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയോ അല്ല അവർ കാരണവന്മാർക്ക് അവരുടെ പൂർവികരിൽ നിന്ന് എങ്ങനെ പണം ലഭിച്ചുവെന്നും സ്വത്ത് ലഭിച്ചുവെന്നും അവരുടെ കുട്ടിക്കാലത്തൊക്കെ അവരെങ്ങനെയാണ് അതുകൊണ്ട് ജീവിച്ചതെന്നൊക്കെയുള്ള ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക. പക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് മാതാപിതാക്കളുടെ കഷ്ടപ്പാടിൻ്റെ കഥകൾ കേൾക്കുന്നത് ബോറടിക്കുന്നതാണ്, അരോചകമാണ്. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അധ്യാപകൻ തൻ്റെ മക്കളോട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പശുവിൻ്റെ പാല് എടുത്തിട്ട് പല കുപ്പികളിലാക്കി വിവിധ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് എന്നിട്ട് സ്കൂളിൽ പോയ ചരിത്രം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേ കുട്ടികൾ പറയും, തുടങ്ങി കൗതുക വാർത്തകൾ വായിക്കുന്നത്. കുട്ടികൾക്ക് ഇത് കേൾക്കണ വളരെ അരോചകമാണ്. എന്നാൽ എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട, എങ്കിലും വളർന്നു വന്ന വഴികൾ, പൂർവികരിൽ നിന്ന് എന്ത് കിട്ടിയെന്നും സാമ്പത്തിക മേഖലയിൽ ഏത് രീതിയിലാണ് അവർ നയിക്കപ്പെട്ടതെന്നുമുള്ള കഥകൾ പറഞ്ഞു കൊടുക്കണം, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം, നല്ലതായിരിക്കും. മൂന്നാമത് അവർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എത്രത്തോളം അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം അവർക്ക് കടമുണ്ട്. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് എത്ര മാറ്റി വെക്കാൻ സാധിക്കുന്നുണ്ട്, എത്ര അവർക്ക് അസറ്റ് ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട 3 പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. ഒന്ന്, ഹൗ ദ ഏൺ മണി, തൊഴിൽ എങ്ങനെയാണ്. 2, പൂർവികരിൽ നിന്ന് എപ്രകാരമാണ് അവർ സാമ്പത്തികമായിട്ട് വളർന്നതും ജീവിക്കുന്നതും. 3, പണം എങ്ങനെയൊക്കെ അവർ ചെലവഴിക്കുന്നു, പണം എങ്ങനെയൊക്കെ സമ്പാദിക്കുന്നു, പണം എങ്ങനെയൊക്കെ നിക്ഷേപിക്കുന്നു. ഈ തലങ്ങളെല്ലാം കുട്ടികൾക്ക് വളരെ ഹൃദ്യമായ രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് ഒരു 3 വയസ്സിൽ തുടങ്ങി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. കാരണം അങ്ങനെ ശ്രമിച്ചാലേ ഇവരുടെ ഉള്ളിലേക്ക് മണി ഈസ് പ്രഷ്യസ് എന്നുള്ള ആശയം കയറുള്ളൂ. പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള ഒന്നാണെന്നും അത് വില കൊടുത്താണ് ഇവർ നേടുന്നതെന്നും ഒക്കെയുള്ള ബാലപാഠങ്ങൾ, സമ്പത്തിൻ്റെ ബാലപാഠങ്ങൾ ഇവർക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ പണത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ മണി ഈസ് പ്രഷ്യസ് ആൻഡ് വി ഹാവ് ടു റെസ്പെക്റ്റ് ഇറ്റ്. പണത്തെ, സമ്പത്തിനെ വിലപിടിപ്പുള്ള വിലയേറിയ ഒന്നായി കാണുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ, അതിനെ ബഹുമാനിക്കാനും അവർ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പണം അവർ കൈകാര്യം ചെയ്യുന്ന രീതികൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് പൈസ കിട്ടുന്നത്. ചിലപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കാം. ഒരു പക്ഷേ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ചിലപ്പോൾ പൈസയായോ ചെക്കായോ മറ്റേതെങ്കിലും ചില കമ്പനികളുടെ വൗച്ചറുകളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. പിന്നെ ഓണം, ക്രിസ്മസ്, വിഷു, ഈസ്റ്റർ പോലുള്ള ആഘോഷങ്ങളിൽ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം ചിലരൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വരാം, ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വരാം.
മാതാപിതാക്കളുടെ സ്നേഹം മൂലം ചില സമയത്തൊക്കെ ഇച്ചിരി പൈസ നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്നും പറഞ്ഞു കൊടുക്കാം. ചില സ്പെഷ്യൽ ഒക്കേഷൻസ്, ഒരു പക്ഷേ ഒരു ടൂറ് പോകുകയാണ്, ടൂറിന് പോകുമ്പോഴത്തേക്കും കയ്യിൽ ഇതും കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ മക്കളെ ഏൽപ്പിക്കും. ഇങ്ങനെ പല രീതിയിലായിരിക്കാം കുഞ്ഞുനാളിൽ കുട്ടികളുടെ കൈകളിലേക്ക് പൈസ എത്തുന്നത്. എത്തുന്ന പൈസയോട് കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ചില ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, ചില മനോഭാവങ്ങളുണ്ട്. അതായത് ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയാൽ പോലും കിട്ടുമ്പോൾ തന്നെ അതിനെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നമുക്കറിയാം. പണം വർഷിപ്പ് ചെയ്യാനുള്ളതല്ല, നമുക്കറിയില്ല. പണത്തെ ആരാധിക്കാൻ, പണം നമ്മുടെ ഒരു വിഗ്രഹമായിട്ട് മാറരുത്, ആരാധിക്കാനുള്ള വിഗ്രഹമായിട്ട് മാറരുത്. പണം നമ്മുടെ സെർവൻ്റാണ്, മാസ്റ്റർ അല്ല. മണി ഈസ് യുവർ സെർവൻറ്റ് നോട്ട് മാസ്റ്റർ എന്ന്. അതായത് പണം നമ്മളെ ഭരിക്കരുത്, നമ്മൾ പണത്തെയാണ് ഭരിക്കേണ്ടത്. ഈ ഒരു ചിന്ത അവർക്ക് കൊടുക്കുമ്പോൾ പണം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് മറ്റെന്തോ രീതിയിൽ അതിനെ കാണാനുള്ളൊരു തത്രപ്പാടിലേക്ക് പിള്ളേരെ വളർത്തരുത്. അതുകൊണ്ട് തന്നെ അവരെ പണം വൈസ്ലി, വിവേകത്തോടെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പൈസ തന്നെ പണ്ട് കാലത്ത് കുടുക്ക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, കുടുക്ക സേവിങ് ബോക്സാണ്. ഒരു സേവിങ് ബോക്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ആ സേവിങ് ബോക്സിൽ ഇവർക്ക് കിട്ടിയ പൈസ ഇടാൻ പഠിപ്പിക്കുകയും ചെയ്യുക. ദാറ്റ് മീൻസ് മണി ഈസ് ടു ബി കെപ്റ്റ് അസൈഡ്. പണം ഇങ്ങനെ ഇപ്പം തന്നെ തീർക്കാനുള്ളതല്ലെന്നും കുറച്ച് മാറ്റി വെക്കണം. ചില കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നോ മറ്റു വല്ല മത്സരങ്ങളിൽ നിന്നൊക്കെ ക്യാഷ് അവാർഡൊക്കെ ആയിട്ട് വരുമ്പോൾ ആ പൈസ സൂക്ഷിക്കാൻ അവരെ ആ 5 വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിൽ 10 വയസ്സിനുള്ളിൽ ഇത് പഠിപ്പിച്ചെടുക്കുക. ഇത് അപ്പം തന്നെ തീർക്കാനുള്ളതല്ലെന്നും ഇങ്ങനെയുള്ളതാണെന്നുള്ളൊരു കാര്യം അവർക്ക് കൊടുക്കുക. അവിടെയാണ് പ്രൂഡൻസ് ഇൻ ഹാൻഡ്ലിങ് മണി എന്ന് പറയുന്നത്, അല്ലേ? പണത്തെ കൈകാര്യം ചെയ്യുന്നുള്ളൊരു വിവേകം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ വിവേകത്തിൻ്റെ ആദ്യ പടിയാണ് ഇങ്ങനൊരു കുടുക്ക അല്ലെങ്കിൽ ഒരു സേവിങ് ബോക്സ് വീട്ടിൽ സ്ഥാപിക്കുകയും ഈ കിട്ടിയ പൈസ അതിനകത്തിടാൻ പഠിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പണത്തിന് ഒരു ചെറിയൊരു സേവിങ് അക്കൗണ്ട് അവരുടെ പേരിൽ തുടങ്ങുക എന്നുള്ളത്. ആദ്യം ഒരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങുക. പിന്നെ അവർക്ക് കിട്ടുന്നൊരു 100 രൂപയോ 500 രൂപയോ എത്രയെങ്കിലും 1000 രൂപയോ 2000 രൂപ, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പിള്ളേർക്ക് കിട്ടുന്ന സമ്മാനത്തുകൾക്ക് വ്യത്യാസമുണ്ട്. ഇത് സേവിങ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുക എന്നുള്ളത് ഇതൊരു വിവേകത്തിൻ്റെ ബാലപാഠം തന്നെയാണ്. എന്നിട്ട് അവരോട് പറയുക, വെൻ വി കീപ് മണി ദെയർ ഇറ്റ് മൾട്ടിപ്ലൈസ്. വീട്ടിലെ സേവിങ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും, 2 കൊല്ലം കഴിയുമ്പോഴും അത് തന്നെ ആവുള്ളൂ. എന്നാൽ നമ്മൾ കൊണ്ടൊരു ചെറിയൊരു സേവിങ് അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ ചെറിയൊരു പലിശ കിട്ടി ആ പണത്തെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നും 2 കൊല്ലം കഴിയുമ്പോഴോ 3 കൊല്ലം കഴിയുമ്പോഴോ കുട്ടിയുടെ തന്നെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമുക്കത് എടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നും എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ് എന്നും എന്താണ് റിക്കറിങ് ഡെപ്പോസിറ്റ് എന്നൊക്കെയുള്ള വ്യത്യാസം ഒരു 10 വയസ്സായ കൊച്ചിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ മണി സൂക്ഷിക്കാനും മണി വളർത്താനുമുള്ളതാണ് എന്നുള്ള ഒരു ചിന്ത അവനിൽ ഡെവലപ്പ് ചെയ്യും. ഇതിൻ്റെ കസ്റ്റോഡിയ സൂക്ഷിപ്പ് മാത്രമല്ല, ഇറ്റ് ഹാസ് ടു മൾട്ടിപ്ലൈ, ഇറ്റ് ഹാസ് ടു ഗ്രോ. മറ്റൊരു തലം കുട്ടികൾക്ക് ആവശ്യമുള്ളവരുമായിട്ട് പണത്തെ പങ്കുവയ്ക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ തുറന്നു ജൂൺ മാസമായി കഴിയുമ്പോൾ ആരും അറിയാതെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു പാവപ്പെട്ട കൊച്ചിന് ഈ പൈസയുടെ ഒരു വിഹിതം കൊടുക്കാൻ പഠിപ്പിക്കുക. അല്ലെങ്കിൽ 2 നോട്ട് ബുക്ക് എക്സ്ട്രാ അവൻ്റെ പൈസ കൊണ്ട് തന്നെ, കുട്ടിയുടെ പൈസ കൊണ്ട് തന്നെ മേടിച്ച് ആരും അറിയാതെ ക്ലാസ്സിലെ മറ്റൊരു കൊച്ചിന് അല്ലെങ്കിൽ അയൽവക്കത്തുള്ള മറ്റൊരു കൊച്ചിന് കൊടുക്കാൻ. അതായത് പണത്തിൽ നിന്ന് നമുക്കൊരു സർവീസിലേക്ക് വരേണ്ട ഒരു സാധനം കൂടിയാണ് പണം എന്നവരെ പഠിപ്പിക്കുക. അപ്പോൾ 1 വീട്ടിൽ സൂക്ഷിക്കാൻ സേവിങ് ബോക്സ് പഠിപ്പിക്കുക, 2 സേവിങ് അക്കൗണ്ട് പഠിപ്പിക്കുക, 3 മണി ശുശ്രൂഷയ്ക്കുള്ളതാണ്. ഇറ്റ് ഈസ് ടു ബി സർവീസ്, ഇറ്റ് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ചിന്തയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പണത്തെ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം, അതിൻ്റെ ഒരു സന്തോഷം. ചിലപ്പോൾ വീട്ടിലുള്ള അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്ക് തന്നെ ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള. പണത്തിന് ഇങ്ങനത്തെ ഒരു ദ അതർ ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളത് കാര്യം, മറ്റൊരു തലവും കൂടി ഉണ്ടെന്നുള്ള കാര്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ഷെയറിങ് ഒരു പക്ഷേ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നേർച്ചയിടുന്നതാകാം, വീട്ടിൽ വരുന്ന ഏതെങ്കിലും ഒരു ദരിദ്രനൊരു വീതം അവരെ കൊണ്ട് കൊടുപ്പിക്കുന്നതിലാകാം. എവിടെയൊക്കെ ഇത് പങ്കുവെക്കാനുള്ളതാണെന്നും ഞാൻ മാത്രമല്ല ഇതിൻ്റെ അവകാശി എന്നുള്ള പാഠം കുഞ്ഞുനാളിലെ ആ കൊച്ചിനോട് ഇതൊക്കെ 3 വയസ്സാകുമ്പോൾ തുടങ്ങി പഠിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരു 10 വയസ്സിനുള്ളിൽ ഇതെല്ലാം പഠിപ്പിച്ച് തീർക്കുകയും വേണം. പിന്നീട് 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ, 10 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എക്സിബിറ്റ് ചെയ്യുന്നതെല്ലാം അത്രയും കാലം അവർ ഏൺ ചെയ്ത മൂല്യങ്ങളാണെന്ന് നമുക്കറിയാം.
അടുത്തൊരു തലം കുട്ടികളെ വളർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പേരൻസ് പൈസ റെസിസ്റ്റ് ചെയ്യുന്നു, നിരസിക്കുന്നു. നിങ്ങൾ ചോദിച്ചിട്ട് തരുന്നില്ല. ഹോട്ടലിൽ കയറി ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ അത് വേണ്ട മോനെ ഇത് മതി എന്ന് പറയുമ്പോൾ കൊച്ചിൻ്റെ മുഖം വാടുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? കൊച്ചിന് അരിശം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. വീട്ടിൽ വന്ന് ചില പിള്ളേർ വഴക്കടിക്കുന്നത് കാണുന്നു. കാരണം അവർ കമ്പയർ ചെയ്യും ക്ലാസ്സിലെ മറ്റു പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ, ക്ലാസ്സിലെ മറ്റു പിള്ളേരുടെ വിനോദങ്ങൾ, അവരുടെ പണം ചെലവഴിക്കുന്ന രീതികളും നമുക്കും എന്തുകൊണ്ട് നമുക്ക് മാത്രം ഇല്ലാത്തത് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പേരൻസിനോടൊരു നീരസം ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രായം കൂടിയാണത്. അവിടെയാണ് നമ്മൾ ഒരു എഫക്റ്റീവ് പേരൻറ്റിങ്ങിൻ്റെ തലമുള്ളത്. എഫക്റ്റീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ നിരസിച്ചത്, അതിൻ്റെ കാര്യകാരണ സഹിതം വെച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലായി എന്ന് വെച്ചുകൊണ്ട് എന്നും അവരുടെ ആവശ്യങ്ങളെ നിരസിച്ചു കഴിഞ്ഞാൽ അവർ റിബലായിട്ട് മാറും. എങ്ങനെ കാശുണ്ടാക്കാം. ദ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ളൊരു പുസ്തകം സാമ്പത്തിക മേഖലയിൽ ഏറെ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ചിന്ത തന്നെ തുടങ്ങുന്നതുകൊണ്ട് എന്തുകൊണ്ട് ചില അപ്പന്മാർ, ചില ഡാഡിമാർ റിച്ചായിരിക്കുന്നു, എന്തുകൊണ്ട് ചില ഡാഡിമാർ പുവറായിരിക്കുന്നു, ഈ ചോദ്യം സ്വന്തം അപ്പനോട് ചോദിക്കുന്ന ഒരു മകനിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ അപ്പൻ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അവർ സാലറിയിൽ ജീവിക്കുന്നവരാണ്, അവർ സാലറി കൊണ്ട് മാത്രം ജീവിക്കുന്നു, ഇവർ ബിസിനസ്സുകാരാണ്, ഇവർ ബിസിനസ്സുകൾ. അപ്പോൾ കൊച്ചു പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്തുകൂടെ. അപ്പം ബിസിനസ് എന്താണെന്ന് കൊച്ചിനെ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു സംഭവ കഥയുടെ എക്സ്പ്ലനേഷനാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള സാമ്പത്തിക മേഖലയിലെ പുസ്തകം. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം പതിപ്പുകളൊക്കെ ആമസോണിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ നമ്മളത് ചോദിക്കുക. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഈ നീഡ്സ് ആൻഡ് വാണ്ട്സിൻ്റെ ഡിഫറൻസ്, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വ്യത്യാസം കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക. ആവശ്യങ്ങൾ സാധിക്കണം, ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ പറ്റത്തില്ല എന്നുള്ള വ്യത്യാസം. കാരണം പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, അനാവശ്യങ്ങളുണ്ട്, ആഡംബരമുണ്ട്. എന്നാലും നമ്മൾ വ്യത്യാസം കൊച്ചു മനസ്സിലാക്കണം. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം. അപ്പോൾ മോൻ ഇപ്പോൾ പൈസ ചോദിക്കുന്ന അല്ലെങ്കിൽ മോൾ ഇപ്പോൾ എന്നോട് പൈസ ചോദിക്കണം, ചെലവാക്കണമെന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യ കാര്യമല്ല, അത് നമ്മുടെ ആഗ്രഹമാണ്, അത് ആഡംബരമാകാം. ഈ ഡിഫറൻസ് കൊച്ചിയിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമോ? എന്തുകൊണ്ട് ആ ഉടുപ്പ് എനിക്കില്ല, എന്തുകൊണ്ട് ഈ ഉടുപ്പ് എനിക്ക് മേടിച്ചു തരുന്നില്ല? അത് നല്ലതാണ്, നമ്മുടെ ആഗ്രഹമാണ്, പക്ഷെ അത്യാവശ്യമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നിരാകരിക്കുന്നതിൻ്റെ കാരണം ഈ ഡിസ്റ്റിങ്ഷനാണ്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം, ഈ വ്യത്യാസമാണെന്നുള്ളത് കൊച്ചു മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓർക്കണം, എല്ലാം നിരാകരിച്ചു കഴിഞ്ഞാൽ റിബലാകുമെന്ന് ഞാൻ പറഞ്ഞു. റിബലാകും. ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി, എനിക്ക് എവിടെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, അങ്ങനെ ഒളിച്ചോടുന്ന കുട്ടികളെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. മറിച്ച് സ്നേഹത്തോടെ പിള്ളേരെ കറക്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത്ര ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു ബോധ്യത്തിലേക്ക് കൊച്ചു വളരുമ്പോൾ അവിടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, ഒരു സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നുണ്ട്. ഈ സ്വഭാവ രൂപവൽക്കരണത്തിന് നമ്മുടെ ഡൈനിങ് ടേബിൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. ചിലർ പറയാറുണ്ട് അവർ ഫാമിലി റിവോൾവ്സ് റൗണ്ട് ദിസ് ടേബിൾ. ഞങ്ങൾ പഠിക്കുന്ന അവിടെ ഇരുന്നാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അവിടെ ഇരുന്നാണ്, ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്ന അവിടെ ഇരുന്നുകൊണ്ടാണ്, ചിലപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും അവിടെ ഇരുന്നു കൊണ്ടാണ്. സോ അവർ ഫാമിലി റിവോൾവ്സ് റൗണ്ട് ദിസ് ടേബിൾ. ഡൈനിങ് ടേബിളിൻ്റെ ഉപയോഗം ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ഈ ഒരു ക്യാരക്ടർ ഫോർമേഷനും എടുക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ഓർക്കണം. മാതാപിതാക്കൾ സാമ്പത്തിക മേഖലയിൽ പരസ്പരം ഒളിച്ചുകളി നടത്തുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ അച്ഛനെ അറിയിക്കാതെ അമ്മ ചെലവാക്കുന്നതും അമ്മയെ അറിയിക്കാതെ അച്ഛൻ ചെലവാക്കുന്നതും കുട്ടികൾ വളരെയധികം ആ പ്രായത്തിൽ ഒപ്പിയെടുക്കും എന്നുള്ളതാണ്. നമുക്ക് തോന്നും അവർക്ക് മനസ്സിലാകുന്നില്ലെന്ന്, പക്ഷെ അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ദാമ്പത്യ ബന്ധങ്ങളിലെ സാമ്പത്തിക സുതാര്യതയും വളരെ പ്രധാനപ്പെട്ടതാണ്. ചില അമ്മമാർ പറഞ്ഞു കൊടുക്കും, കുഴപ്പമില്ല, നീ അത് അയക്കും, അച്ഛൻ അറിയാതിരുന്നാൽ മതി. അതുപോലെ അച്ഛനും അമ്മയോട് പറയണ്ട കേട്ടാ എന്ന് പറയും. ഇങ്ങനെ അച്ഛൻ അറിയാതിരുന്നാൽ മതി, അമ്മയോട് പറയേണ്ട ഈ ഡയലോഗുകളിൽ നിന്ന് അവർക്ക് മനസ്സിലായി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം, പക്ഷെ ഒളിക്കേണ്ടടുത്തൊന്ന് ഒളിച്ചാൽ മതി, ഒളിക്കേണ്ടടുത്തൊന്ന് ഒളിച്ചാൽ. അതവരുടെ ക്യാരക്ടർ ഫോർമേഷനെ വളരെയധികം ബാധിക്കുകയാണ്. പിന്നീട് വലിയ വലിയ തെറ്റുകളിലേക്ക് കുഞ്ഞുങ്ങൾ ചെന്ന് എത്തിപ്പെടുമ്പോൾ ചിലരൊക്കെ എന്നോടൊന്നും ചോദിക്കും, എൻ്റെ ടീച്ചറെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ മാനം മര്യാദയൊക്കെ ചോദിച്ചു, എന്നിട്ടങ്ങനെ പിള്ളേരിങ്ങനെയായി എന്ന് ചോദിക്കും. പിള്ളേരങ്ങനെ ആയതിൻ്റെ പിന്നിലെ പല കഥകളും നമുക്ക് അറിയാമെങ്കിലും അവരെ അന്നേരം വിഷമിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ. മറ്റൊരു പ്രധാനപ്പെട്ട തലമാണ് ഇമ്പൾസീവ് പർച്ചേസസ് എന്ന് പറയും. ഇമ്പൾസീവ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയേണ്ടത്?
സഡനായിട്ട് തോന്നുന്നു, ഓൺലൈനിൽ നോക്കി ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന് ഇത്രയും പൈസയിലുള്ള സഡൻലി ക്ലിക്ക് ചെയ്തു, ബൈ നൗ, ഉടനെ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കുന്നു. ഇമ്പൾസീവ് പർച്ചേസ് എന്ന് പറയും. അതായത് എടുത്ത് ചാടി വാങ്ങുന്ന പ്രവണത, ഇമ്പൾസീവ് പറയും. ഇത് അച്ഛനാണേലും അമ്മയാണേലും മക്കളാണെങ്കിലും ദോഷകരം. ഏതൊരു സാധനം മേടിക്കുന്നതിന് മുമ്പും നമ്മൾ 2 വട്ടം ചിന്തിക്കുക, എനിക്കത് അത്യാവശ്യമോ ആവശ്യമോ അനാവശ്യമോ ആഡംബരം അല്ലേ. ഇഫ് യു ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് നെസസിറ്റി, ഗോ എഹെഡ് എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ 2 പ്രാവശ്യം ചിന്തിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇക്കണോമിക്സിൽ പറയുന്നത് പോലെ, അതായത് ടു കോപ്പ് അപ്പ് വിത്ത് ദ ജോണസസ് എന്ന അയൽവക്കത്തുകാരനാണ്. ടു കോപ്പ് അപ്പ് വിത്ത് ദ ജോണസസ് ഈസ് ഓക്കെ, ബട്ട് ടു സർപ്പാസ് ദ ജോണസസ്, അതായത് അയൽവക്കത്തുള്ളതുപോലത്തെ ഒരു സാധനം എനിക്കും വേണമെന്ന് ചിന്തിക്കുന്നതിനകത്ത് വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനെയും മറികടന്ന് എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നത്, അതാണ് ഇമ്പൾസീവ് പർച്ചേസിൽ പലപ്പോഴും സംഭവിക്കണം. അതിനെയും മറികടന്ന് നമ്മൾ മേടിക്കണം. പലപ്പോഴും ചിലർ വീട് പണിയുന്നത് കാണുമ്പോൾ നമുക്കറിയാം, ആകെ 2 പേര് 4 പേരുള്ളൊരു വീട്, ഇത് എന്ത് പർപ്പസിനാണ് അവർ മേടിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്? ഷോ ഓഫ് ആണോ അല്ലെങ്കിൽ എന്താ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിക്കാൻ യാതൊരു വകുപ്പും ഇല്ലാത്ത ചില കുടുംബങ്ങൾ അവരുടെ സ്വത്ത് മുഴുവൻ കൊണ്ടുചെന്ന് ലോൺ എടുത്ത്, ആസ്തിയായിട്ട് കൊടുത്ത് ലോൺ എടുത്ത് പിള്ളേരെ UK USA വിട്ടിട്ട് അവരവിടെ ഉഴപ്പി പഠിത്തവും കളഞ്ഞ് നല്ല ജോലിയും കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഈ എടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാതെ മാതാപിതാക്കൾ വിഷമിക്കുന്നത് കാണുമ്പോൾ, അതിനുള്ള അനേകം കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് അത് ഇതാണ് കേട്ടോ. അപ്പുറത്തുള്ള കൊച്ചി UK പോയി, ഇപ്പുറത്തുള്ള കൊച്ചി US പോയി, പിന്നെ നമ്മുടെ വീട്ടിലെ കൊച്ചു പോയില്ലെങ്കിൽ മോശമല്ലേ? ദിസ് ഈസ് ഇമ്പൾസീവ് പർച്ചേസ്. ഈ ഇമ്പൾസീവ് പർച്ചേസ് പേരൻസിനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കൾക്കും കിട്ടും. അപ്പം മക്കൾക്ക് അതിൻ്റെ ഗുണദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ കുട്ടികളെയും കൊണ്ടുപോയി നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിൽ പോവുക. ബാങ്കിൽ ചെന്നിട്ട് ബാങ്കിലെ ഇടപാടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയാൻ പറ്റുന്നു. ഒരു കറൻസി എടുത്തിട്ട് ഒരു കറൻസി അവിടെ കൊടുത്തിട്ട് ഈ കറൻസി കാണുന്നതെല്ലാം എഴുതാൻ പറയുന്നത് നല്ലൊരു കാര്യമാണ്. കറൻസിയിലേക്ക് ഗവർണറുടെ ഒപ്പുണ്ടാകാം, എമൗണ്ട് ഉണ്ടാക്കാം. അത് തന്നെ പല ലാംഗ്വേജിലുണ്ട്. ഇങ്ങനെ നോട്ടൊക്കെ അല്ലെ കറൻസി എന്താണെന്നൊക്കെ പഠിക്കുക, ബാങ്ക് എന്താണെന്ന് പഠിക്കുക, കറൻസി എങ്ങനെ ബാങ്കിൽ എത്തുന്നു എന്ന് പറയുക, എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഫൈനലി സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക ആയതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ പറ്റിയ കരിയർ ഓപ്ഷൻസ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ പറ്റില്ല, അതൊരു CA ആകാം, അല്ലെങ്കിൽ BCom ആകാം, അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് എടുക്കുന്നതാകാം. ഞാൻ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് ആയതുകൊണ്ട് അത് കാര്യമായിട്ട് പറയണമല്ലോ അല്ലേ. എക്കണോമിക്സ് എന്നുള്ളൊരു വിഷയത്തെ ആധികാരികമായിട്ട് പഠിക്കാനും അതിൽ വളരാനും എക്കണോമിക്സ് പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്ന കരിയർ ഓപ്ഷൻസും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ മേഖലയിൽ നല്ലതായിരിക്കും. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൂഡൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് മണി, വിവേകപൂർണമായ പണം കൈകാര്യം ചെയ്യാൻ പഠിക്കട്ടെ എന്നാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നതും. നിങ്ങളുടെ മക്കൾ നല്ലവരാണ്, അവർ നല്ലവരായി തന്നെ വളരട്ടെ. താങ്ക് യു.